ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ്സിന് നാളെ എക്സാം വരുന്നത് തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ഹിഫ്ള്, ഖുർആൻ നോക്കി ഓതലും ഹിഫ്ളായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഓതി കൊടുക്കലാണ്. അപ്പോൾ ഇവിടെ ഞാൻ മോഡലായിട്ട് കാണിക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ 2023 നടന്ന ചോദ്യപേപ്പറാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കി ഓതാൻ അന്ന് വന്നത് സൂറത്തുൽ റഅദിൽ നിന്ന് കുറച്ച് ആയത്തുകളാണ്. അപ്പോൾ ഇത് തന്നെ വരണമെന്നില്ല. ഏതൊക്കെ സൂറത്തുകളാണോ നിങ്ങൾക്ക് മദ്രസയിൽ ഇതുവരെ എടുത്തത് ആ ഭാഗത്ത് നിന്നുള്ള ഏതാനും ആയത്തുകളാണ് നിങ്ങളെ കൊണ്ട് നോക്കി ഓദിക്കുക. അപ്പോൾ അത് ഓതി കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? 3-4 ക്ലാസ്സുകളിൽ പഠിച്ച തജ്വീദ് നിയമങ്ങൾ, മഹാരിജുൽ ഹുറൂഫ്, സിഫാത്തുൽ ഹുറൂഫ്, അതായത് അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലം, അക്ഷരങ്ങൾ പുറപ്പെടുന്ന രീതി, അക്ഷരത്തിൻ്റെ രീതി, പിന്നെ തഫീം, തർക്കീക്ക്, സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും വിധികൾ, സാക്കിനായ മീമിൻ്റെ വിധികൾ, മദ്, ഉന്നത്ത്. അപ്പോൾ ഉന്നത്തും നൂനും ഉന്നത്തും മീമും അതൊക്കെ മനസ്സിലാക്കുക. പിന്നെ എന്താണ്? അപ്പോൾ അതൊക്കെ പരിഗണിച്ചിട്ട് വേണം നിങ്ങൾ നോക്കി ഓതുമ്പം ഓതി കൊടുക്കുകയാണ്. അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് മാർക്ക് നൽകുക. അപ്പോൾ നോക്കി ഓതുന്നതിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നീട്ടേണ്ട അസ്ലിയായ മദ്ദും ഫറയ്യായ മദ്ദും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഓതാൻ. പിന്നെ ഹിഫ്ളായിട്ട് നിങ്ങൾക്ക് തജ്വീദുൽ ഖുർആനിൻ്റെ അവസാന ഭാഗത്ത്, ബുക്കിൽ തജ്വീദുൽ ഖുർആനിൻ്റെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കാൻ വന്നിട്ടുണ്ട്. യാസീനിലെ കുറച്ച് ആയത്തുകൾ, 37 അങ്ങനെ എന്തോ ആണ്, കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ആ ആയത്തുകൾ അതാണ് നിങ്ങൾക്ക് ചോദിക്കുക. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഓരോ ആയത്തുകളും. യാസീനിൽ നിന്നുള്ള 5 ആയത്തുകൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇത് തന്നെ വരണമെന്നില്ല. വേറെ ഏതെങ്കിലും ആയത്ത് ചോദിക്കാം. നിങ്ങൾക്ക് എടുത്ത ഭാഗത്തുനിന്ന് വേറെ ഏതെങ്കിലും ആയത്ത് ഇതുപോലെ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഓതി കൊടുക്കാൻ കഴിയണം. പിന്നെ ആയത്തുൽ കുർസി, പിന്നെ ആമന റസൂല്, പിന്നെ അൽ ബക്കറയിലെ ആദ്യത്തെ കുറച്ച് വരികൾ ഒക്കെ വരുന്നുണ്ട്. അത് പിന്നെന്താണ്? നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുആ, ഹദ്ദാദ് റാത്തീബിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ദുആ, ആ തജ്വീദുൽ ഖുർആൻ്റെ അവസാനത്തിലുണ്ട്. നിസ്കാരത്തിന് ശേഷമുള്ള ദുആവും ഹദ്ദാദുകളൊക്കെ, ആയത്തുൽ കുർസി, ആമന റസൂല്, ബക്കറയിൽ നിന്നുള്ള ഭാഗം. അപ്പോൾ അതൊക്കെയാണ് ഇതുപോലെ ചോദിക്കുക. അപ്പോൾ ഇതിൽ കണ്ടിട്ട് ഈ ഭാഗങ്ങൾ മാത്രം പഠിച്ചു വെക്കണ്ട. നമുക്ക് ലഫ്ലുകൾ മാറ്റി ചോദ്യം വരാം. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തതാണ്. അപ്പോൾ എല്ലാവരും തജ്വീദുൽ ഖുർആൻ്റെ അവസാനത്തെ ഭാഗത്ത് നിങ്ങൾക്ക് വന്ന ഭാഗങ്ങൾ മുഴുവനായി നന്നായി മനസ്സിലാക്കി പഠിക്കുക. യാസീന് എടുത്തത് മുഴുവനും നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇത്രയാണ് ചോദ്യപേപ്പർ. എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തി പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.